അറൗണ്ട് ഒരു 49 MB ആണ് വരുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കും ലാംഗ്വേജ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഫ്രഞ്ച്, ജർമ്മൻ അങ്ങനെ. അതിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ഡ്യുവോലിംഗോ ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ഫ്രണ്ട്സ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇതിൽ ഞാനിപ്പോൾ യൂട്യൂബ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഹൗ മച്ച് ജർമ്മൻ ഡു യു നോ. നമ്മൾ ജർമ്മൻ ന്യൂ ആണോ അത് നമുക്ക് കോമൺ വേർഡ്സ് അറിയാവുമെന്ന്. സോ നമ്മളൊരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഐ ആം ന്യൂ ടു ജർമ്മൻ. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഫ്രഷ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വൈ ആർ യു ലേണിംഗ് ജർമ്മൻ എന്ന് ചോദിക്കുന്നു. അതിനകത്ത് നമ്മൾ ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാനത് കൊടുക്കുന്നത് സ്പെൻഡിങ് ടൈം പ്രൊഡക്ടിവിറ്റി, സപ്പോർട്ട് മൈ എഡ്യൂക്കേഷൻ, പ്രിപ്പയർ ഫോർ ട്രാവലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ഫോർ എ ലേണിംഗ് റൂട്ടീൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഞാൻ 30 മിനിറ്റ് പെർ ഡേ ആണ്. അത് കമ്മിറ്റ് കൊടുക്കുക. സോ നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഡെയിലി വരും. സോ നമുക്കത് അലോ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഫോണിലാണ്, കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണിത് ചെയ്ത് കാണിച്ചത്, ഡൗൺലോഡ് ചെയ്ത് കാണിച്ചത്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാം. ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് ചോദിക്കുന്നത് നോ, ഇതിനെ പറ്റിയിട്ടുള്ള ജർമ്മൻ വേർഡാണ് ചോദിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഒരു 2 വീക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് സെലക്ട് ചെയ്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ